ഓയ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഹംപി ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു കിടക്കാച്ചി ഹോട്ടലിലാണ്. ഇത് ഹംപിയിലുള്ള ഒരു ഹോട്ടലാണ്. ഇത് കണ്ടോ, നല്ല കിടിലൻ ഫിഷ് ടാങ്ക്. ഇത് നമ്മുടെ ഹോട്ടലിൻ്റെ അകത്തുള്ളതാണ്. നല്ല കുറച്ച് മീനൊക്കെ ഉണ്ട്, എന്തായാലും കൊള്ളാം. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. ഫുഡ് കഴിക്കാനായിട്ട് ഏതെങ്കിലും നീറ്റുള്ള നല്ല ഹോട്ടൽ നോക്കി ഇറങ്ങി. അങ്ങനെ നമുക്ക് ഒരു ഹോട്ടൽ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എനിക്ക് ഈ ഫുഡ് കഴിക്കുമ്പോൾ അത്യാവശ്യം വൃത്തിയൊക്കെ വേണമെങ്കിൽ എനിക്ക് ആഹാരം കൂടെ ഇറങ്ങുള്ളൂ. അപ്പോൾ എന്തായാലും നല്ല കിടിലൻ ഫുഡാണ് നമുക്ക് കിട്ടിയത്. പൂരിയും കറിയും. നല്ല ഹോട്ടലാണ്. ഹംപി റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള ഹോട്ടലാണ്. എല്ലാവരും ഹംപിയിൽ വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യൂ. അങ്ങനെ നമ്മൾ നേരെ പോകുന്നു ഹംപിയിലെ ക്ഷേത്രങ്ങൾ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നല്ല കിടിലൻ വ്യൂ ആണ്. കിടിലെന്ന് പറഞ്ഞാൽ കിടിലോസ്കി വ്യൂ ആണ്. വാഴകള്, മരങ്ങള്, അതേപോലെ തന്നെ ഇവിടെ നല്ല വലിയ വലിയ പാറകളുണ്ട്. പാറകളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം. ഗായ്സ്, നമ്മളങ്ങനെ എത്തി ഗായ്സ്. ഇവിടെ നമ്മൾ കുറച്ചു നേരം ക്യൂ ഒക്കെ നിൽക്കേണ്ടി വന്നു. നമ്മളെ കൊണ്ടുപോകുന്നത് ഒരു ഇലക്ട്രിക് ജീപ്പിലാണ്. ജീപ്പല്ല, ഒരു ചെറിയ ഇലക്ട്രിക് വണ്ടി. ഇത് കണ്ടോ ഗായ്സ്, നമ്മളെ പൂർവികൻ നമ്മുടെ കൊച്ചുമക്കളെല്ലാവരും ഒന്ന് നോക്കുവാണ്. എന്നിട്ട് എന്തൊക്കെയോ വെകിളിത്തരം കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ കയ്യിൽ ഒരു വെള്ളത്തിൻ്റെ കുപ്പിയുണ്ട്. പക്ഷെ പുള്ളിക്കാരന് വെള്ളം എങ്ങനെയാണ് കുടിക്കേണ്ടതെന്ന് അറിഞ്ഞൂടാ. പിന്നെ നമ്മൾ മറ്റേ നന്ദി ഹിൽസിൽ പോയിട്ട് ചൊക്കന്മാരൊന്നും കണ്ടില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇന്ന് കണ്ടു ഗൈസ്. നിങ്ങൾ നന്ദി ഹിൽസിൻ്റെ വ്ളോഗ് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലിലൊന്ന് കയറി നോക്കുക. പിന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഹലോ ഗായ്സ്, ഇത് കണ്ടോ ഗൈസ്, ഇവരൊക്കെ സംസാരിക്കുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതേപോലെ തന്നെ എടുത്തിട്ടുണ്ട് ഗായ്സ്. അങ്ങനെ നമ്മൾ ഹംപി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇലക്ട്രിക് വണ്ടിയിൽ കയറുന്നത്, അതായത് ഓപ്പൺ ജീപ്പ് പോലത്തെ ഒരു വണ്ടിയിൽ. എന്തായാലും കൊള്ളാം ഗായ്സ്. ഇപ്പൊ നമ്മളൊരു ഇലക്ട്രിക് വണ്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാരും കണ്ടുകൂടാ. ഓ, ഫോൺ കൊടുക്കേണ്ട താമസം. വ്ലോഗ് എടുക്കാൻ അവരൊക്കെ റെഡിയാണ്. ഗായ്സ്, അങ്ങനെ നമ്മൾ നളദമയന്തി കഥയിൽ അരയന്നം പോലെ കുണുങ്ങി പോവുകയാണ്. ഇവിടെയൊക്കെ നല്ല വെയിലാണ്. പക്ഷെ ഈ പോകുന്ന വഴിക്ക് ഒരു മരങ്ങളൊന്നുമില്ല, ഫുൾ തരിശു ഭൂമിയാണ്. പിന്നെ ചെറിയ മണ്ഡപങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെറുതായിട്ടൊക്കെ ഉള്ളൂ. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ പണ്ട് എന്തെങ്കിലും ബിൽഡിംഗ് ഒക്കെ ഉണ്ടായിരിക്കും. ഇപ്പൊ ഒന്നുമില്ല. ഗായ്സ്, അങ്ങനെ നമ്മൾ ഹംപി ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇവരാണെങ്കിൽ ഒടുക്കത്തെ വെയിലാണ്. ഞാൻ മിക്കവാറും ഇവിടെ നിന്ന് കരിയും. ഇത് കണ്ടോ ഗൈസ്, ഇത് നമ്മുടെ ടൂർ ഏജൻസിയിലെ ഷാൻ ചേട്ടനാണ്. പുള്ളിക്കാരൻ ഒരു ടൂർ ഗൈഡിനെ പോലെ അഭിനയിക്കുകയാണ്. നല്ല അഭിനയം. ഗായ്സ്, അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിന്റെ അകത്ത് കയറിയിട്ടുണ്ട്. പണ്ട് വിജയനഗരം എന്ന് പറയുന്ന ഒരു സാമ്രാജ്യം ഉണ്ടായിരുന്നു. വിജയനഗരം എന്ന സാമ്രാജ്യം ഭരിച്ചിരുന്നത് കൃഷ്ണദേവരായർ എന്ന ഒരു പ്രഗത്ഭനായ രാജാവാണ്. വിജയനഗരത്തിന്റെ തലസ്ഥാനമാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ഹംപി. ഹംപിയിൽ അതിമനോഹരമായ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. സംഭവം എനിക്കതല്ല, ഇത്രയും നല്ല മനോഹരമായ ഈ ഒരു ക്ഷേത്രം ഉണ്ടാകാനായിട്ട് പണ്ടത്തെ ആൾക്കാരല്ലേ ഉണ്ടാക്കിയത്. അപ്പം ഇതിനു വേണ്ടിയുള്ള കല്ലും എല്ലാവരൊക്കെ എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കാണും. ഇത്ര നല്ല അടിപൊളി കൊത്തുപണിയും വലിയ കല്ലുകൾ കൊണ്ടുള്ള ക്ഷേത്രവും. സത്യം പറഞ്ഞ പണ്ടത്തെ ആൾക്കാർ ഫുള്ളി ലെജൻസ് ആയിരുന്നു. ലെജൻസ്, ദേ ആർ ദി റിയൽ ലെജൻസ്. അവർ നല്ല കിടിലാണ്. ഈ ക്ഷേത്രമൊക്കെ കാണാൻ എന്ത് മനോഹരം എന്നറിയാമോ? പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ ഫുള്ള് കാണിക്കില്ല. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കണ്ടാൽ മതി. നമ്മളങ്ങനെ എല്ലാം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് ഒന്ന് കാണുമ്പോൾ പറയും, ഓ ഇത് ഞാൻ മറ്റവൻ്റെ ബ്ലോഗിൽ കണ്ട സാധനമല്ലേ, ഇത് വലിയ ഗുണമൊന്നുമില്ല, അങ്ങനെ നിങ്ങൾക്ക് തോന്നും. അതുകൊണ്ട് ഞാൻ ഫുള്ള് കാണിക്കില്ല. പിന്നെ ഇവിടെ നമ്മുടെ 50 രൂപ നോട്ടിലുള്ള രഥം ഇവിടെ ഉണ്ട്. പക്ഷെ ഞാനത് കണ്ടു കഴിഞ്ഞ് പിന്നീടാണ് എനിക്കിത് മനസ്സിലായത്. ഓ, ഇവിടെ പിന്നെ ഫോട്ടോ സെക്ഷനാണ് ഗൈസ്. എല്ലാവർക്കും ഫോട്ടോ മതി. ഫോട്ടോ മൈനിയാണെന്ന് തോന്നുന്നു എല്ലാവർക്കും. പക്ഷെ ഞാൻ അതിനധികം ഫോട്ടോസൊന്നും എടുക്കാറില്ലല്ലോ. പിന്നെ ഈ പിള്ളേർക്ക് മാത്രം എന്താ ഇത്ര ഫോട്ടോ ഭ്രാന്തുകൾ? ഇത് കണ്ടോ ഗൈസ്, 2 കൂടെ വഴി കയറി നിന്നോളൂ. പാവം സായിപ്പിനും മദാമ്മയ്ക്കും വഴി കൊടുക്കൂല. അച്ചോ, മദാമ്മ വഴി മാറിപ്പോയി ഗൈസ്, പാവം. ദേ വരണം അടുത്തത്. ഇനി ഇതെന്താണാവോ? ഗായ്സ്, അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. നമ്മൾ തിരിച്ചു പോകുന്നതും നമ്മുടെ ഇലക്ട്രിക് വണ്ടിയിൽ തന്നെയാണ്. ഇലക്ട്രിക് വണ്ടിയിൽ പോകാനായിട്ട് നല്ല സുഖമാണ്. അങ്ങനെ ഉച്ച സമയം ആയതുകൊണ്ട് ഉച്ചയിൽ നിൽക്കുവാണ് സൂര്യൻ. നമ്മളങ്ങനെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ നമ്മളൊരു 2 മണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം ബാക്കിയുള്ള എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തങ്ങ് അറമാദിക്കുമായിരുന്നു.
അവരൊക്കെ ഒരുപാട് ലേറ്റായി. അതുകൊണ്ട് നമുക്ക് ഒരു സ്ഥലം കട്ട് ചെയ്യേണ്ടി വന്നു. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തിലേക്ക് പോവുകയാണ്. പക്ഷെ എല്ലാവർക്കും ഉച്ചയ്ക്ക് ഒരു 2:15 ആയെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഭയങ്കര വിശപ്പായിരുന്നു. അപ്പോൾ നമ്മൾ പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. ഇത് കണ്ടോ ഗൈസ്, നല്ല മനോഹരമായ ഒരു നദി. എന്തായാലും ഇവിടുത്തെ ഈ ഹംപിയിലുള്ള എല്ലാ വ്യൂസും നല്ല അടിപൊളിയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് വന്ന് നോക്കണം. നിങ്ങൾ വരുമ്പം പ്രത്യേകം ഒരു ഓപ്പൺ ജീപ്പിൽ വല്ലതും വന്നാൽ മതി. നല്ല കിടിലായിട്ട് എടുത്ത സംഭവം എല്ലാം കാണാം. ഗായ്സ്, അങ്ങനെ നമ്മളൊരു കിടുക്കാച്ചി ഹോട്ടലിലാണ് ഫുഡ് കഴിക്കാൻ കയറിയത്. നമ്മൾ കഴിച്ചത് ബിരിയാണിയാണ്, നല്ല കിടിലം ചിക്കൻ ബിരിയാണി. ഇനി നമ്മൾ പോകുന്നത് ഒരു ഗാർഡനും പാർക്കും കാണാൻ വേണ്ടിയാണ്. പക്ഷേ പോകുന്ന വഴിക്ക് നമുക്ക് പോകാൻ പറ്റിയില്ല. സംഭവം അവിടെ ഏതോ മുഖ്യമന്ത്രിയുടെ എന്തോ പ്രോഗ്രാമാണ്. അതുകൊണ്ട് നമ്മൾ നേരെ പോയത് ഒരു ഹനുമാൻ ക്ഷേത്രത്തിലാണ്. ദേ ഈ കാണുന്ന മലയുടെ മുകളിലാണ് നമ്മുടെ ഹനുമാൻ ക്ഷേത്രം ഉള്ളത്. കിടിലം ക്ഷേത്രമാണ്, നമുക്ക് എന്തായാലും പോവാം. ഗായ്സ്, ചിക്കമംഗ്ലൂരിൽ നമ്മൾ കയറിയത് 400 പടിയാണെങ്കിൽ ഇവിടെ വെറും 320 പടി എന്തോ ഉള്ളൂ. പക്ഷേ കയറാൻ കുറച്ച് പാടാണ്. കുത്തനെയുള്ള പടിയാണ്. പക്ഷേ പെൺപിള്ളേർക്കൊക്കെ ഭയങ്കര സ്റ്റാമിനയാണ് ഗൈസ്. എല്ലാവരും നല്ല ജില്ലെന്ന് പറഞ്ഞ് കയറി. അങ്ങനെ നമ്മളത് മുകളിലെത്തിയിട്ടുണ്ട്. സംഭവം എന്തായാലും നല്ല കിടിലം ക്ഷേത്രമാണ്, നമ്മുടെ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രം. ജയ് ശ്രീറാം. അപ്പോൾ എന്തായാലും നമ്മളിവിടെ നല്ല കിടിലം വ്യൂസൊക്കെ കണ്ടിട്ട് നമ്മളിന്ന് ഡണ്ടയിലേക്ക് തിരിക്കും. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ഡണ്ടയിലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ ഇവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ച് വണ്ടി കയറാൻ പോവാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ടാറ്റാ.